യസ്മോദ് ടെലിഫോൺ ലൈനിലുണ്ടെന്ന് കരുതുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ തന്നെ ഉടർച്ചുവാർക്കുന്ന തരത്തിലേക്ക് ശ്രദ്ധിക്കപ്പെട്ട സാമ്പത്തിക പരിഷ്കരണങ്ങൾ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഒരു തുടർച്ചയെന്ന് തന്നെ അദ്ദേഹം ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാണിജ്യകാര്യ സെക്രട്ടറി, വാണിജ്യകാര്യ ഉപദേഷ്ടാവ് എന്ന രീതിയിലേക്ക് വരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് കാണുന്നത് അദ്ദേഹം രാജ്യത്തിന്റെ ധനമന്ത്രിയായിട്ടാണ്. കാര്യം ആ സമയത്ത് തന്നെ VC ശുക്ല ഒരിക്കൽ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. കാരണം പലപ്പോഴും അദ്ദേഹം സൗത്ത് ഡൽഹിയിൽ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രി നിൽക്കുന്ന പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് അദ്ദേഹം നരസിംഹറാവു ആണ്. പക്ഷെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കാൻ നിൽക്കുന്നവരുടെ, അതായത് ആ ഇരിക്കുന്നവരുടെ സീറ്റുകളിൽ ഇരിക്കുന്ന മൻമോഹൻ സിംഗിനെയാണ് കാണുന്നത് VC ശുക്ല. അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ തരത്തിൽ ഈ സീറ്റിലൂടെ വന്നിരിക്കുന്നത്, ഇനി തെറ്റിയെങ്ങാനും വന്നിരിക്കുന്നതാണോ എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായി ചോദിച്ചത്. ആ സമയത്ത് അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ ഇദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ തന്നെ അംഗമാകാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹം ക്ഷണിച്ചത് അനുസരിച്ചിട്ട് തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് അന്നത്തെ കോൺഗ്രസിന്റെ വളരെ ശക്തന്മാരായിട്ടുള്ള നേതാക്കന്മാർ പോലും അറിയപ്പെടാതിരുന്ന ഒരു സമയത്താണ് ഈ തരത്തിലുള്ള ഒരു മൻമോഹൻ സിംഗിന്റെ ഒരു സ്ഥാനാരോഹണം, അദ്ദേഹം ധനമന്ത്രിയായിട്ട് ചുമതലയേക്കുന്നത്. പിന്നീട് അദ്ദേഹം 98 മുതൽ നമുക്കറിയാവുന്നതാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടായിരുന്നു വന്നത്. പിന്നെ സ്വാഭാവികമായും രാജ്യസഭയിലെ ഒരു പ്രതിപക്ഷ നേതാവിന് ഒരു പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഒരു യാത്ര വളരെ ഒരു ദുഷ്കരമല്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അദ്ദേഹം ധനമന്ത്രിയായിരുന്ന ഒരു കാലത്താണ്. കാര്യം അദ്ദേഹത്തിനേക്കാൾ വളരെയധികം സീനിയറായിട്ടുള്ള രാഷ്ട്രീയ പരിചയമുള്ള നേതാക്കന്മാരുടെ ഒപ്പം നിന്നാണ് അവരെല്ലാം വീറ്റോ ചെയ്തുകൊണ്ടാണ് പല തീരുമാനങ്ങളും എടുക്കാനായിട്ട് ഒരു ഫ്രീ ഹാൻഡ് PV നരസിംഹറാവു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അത് മന്ത്രിസഭയിൽ തന്നെ പല അംഗങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം അവരെല്ലാം ഒരു സോഷ്യലിസ്റ്റ് പാതയിലൂടെ ഇന്ത്യ സഞ്ചരിക്കണം എന്ന് കരുതുന്നവരായിരുന്നു. പക്ഷെ അങ്ങനെ സഞ്ചരിച്ചു പോയാൽ ഇന്ത്യക്ക് പിടിച്ചിരിക്കാനാവില്ല, ഇന്ത്യ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ നിലപാടുമായി മൻമോഹൻ സിംഗ് മുന്നോട്ട് പോയതും. അതിന്റെ ഒരു തുടർച്ചയായിട്ട് അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയാകുന്നു. പ്രധാനമന്ത്രിയായപ്പോൾ പിന്നീട് കൊണ്ടൊരു ശക്തനായ കർശനക്കാരനായ ഒരു ധനമന്ത്രിയായിട്ടല്ല അദ്ദേഹം പിന്നീട് കാണുന്നത്. കാര്യം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് ഏറ്റവും ഒടുവിൽ നടത്തുന്നത്. പിന്നെ കർഷകരുടെ കടം എഴുത്തള്ളുക തുടങ്ങിയ പല കാര്യങ്ങളും ജനോപകാരമായിട്ടുള്ള ഒരു സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ജനങ്ങളുടെ കൈയ്യടി നേടുകയും വീണ്ടും, കാര്യം നെഹ്റുവിന് ശേഷം ഒരു തുടർ ഭരണം, അതായത് ഒരു പ്രധാനമന്ത്രി ടേം പൂർത്തിയായതിനു ശേഷം വീണ്ടും അധികാരത്തിൽ വരുന്നത് പ്രധാനമന്ത്രിയാകുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ ചതുരതയും കൃത്യമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് വിജയിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ നേതൃശേഷിയും, അതേസമയം തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ താനല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു. അതിന് അവകാശവാദമായി നിരവധി നേതാക്കന്മാർ വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ നിരന്തരം അപമാനിക്കുമ്പോൾ പോലും അദ്ദേഹം ഇതൊന്നും ഈ അപമാനത്തിൽ കുലുങ്ങാതെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു നാം കണ്ടത്.